റിപ്പോർട്ട് ബ്രേക്കിംഗ്. SITക്കും EDക്കും പിന്നാലെ സ്വർണ്ണക്കൊള്ള കേസ് പ്രതി മുരാരി ബാബുവിനെ കുരുക്കിടാൻ വിജിലൻസ്. മുരാരി ബാബുവിന് നൽകിയ ശമ്പളത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കണക്ക് വിജിലൻസ് ശേഖരിക്കുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ഫയലുകളും പരിശോധിച്ചു. മുരാരി ബാബു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിത്തമുള്ള മറ്റുദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങളും ശേഖരിക്കും. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. മനീഷ്, തന്ത്രി തുടങ്ങി, പോറ്റി നേതൃത്വം നൽകി, ഇങ്ങനെ വരിവരിയായിട്ട് സ്വത്ത് സമ്പാദനമൊക്കെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിലൂടെ നടത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ തന്ത്രിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മുരാരി ബാബുവും ഈ കാലഘട്ടത്തിൽ വലിയ സ്വത്തുണ്ടാക്കി എന്നുള്ളതാണോ EDയുടെ ഒരു കണ്ടെത്തൽ? സ്വത്തൊക്കെ കണ്ടുകെട്ടുവോ മുരാരി ബാബുവിൻ്റെയും? അതെ അരുൺകുമാർ, നേരത്തെ 2019 ഈ ശബരിമല സ്വർണ്ണ കൊള്ള നടക്കുന്ന സമയത്ത് അനധികൃതമായ സ്വത്ത് സമ്പാദനം മുരാരി ബാബു നടത്തിയെന്ന് നേരത്തെ തന്നെ വിലയിരുത്തൽ വിജിലൻസിലുണ്ട്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പെരുന്നയിലെ 2 കോടി രൂപ ചെലവിൽ മുരാരി ബാബു നിർമ്മിച്ച വീടുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി നഗരസഭയിലടക്കം വിജിലൻസ് പരിശോധന നടത്തിയതായിരുന്നു. ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുരാരി ബാബുവിൽ പിടിമുറുക്കുകയാണ് വിജിലൻസ്. ഇന്നലെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും വിജിലൻസ് സെല്ല് ഉദ്യോഗസ്ഥർ അവിടെ എത്തി 10 ദിവസത്തിനുള്ളിൽ തന്നെ മുരാരി ബാബു കഴിഞ്ഞ 10 വർഷം ബോർഡിൽ നിന്ന് വാങ്ങിയ ശമ്പളത്തിന്റെയും ആനുകൂല്യത്തിന്റെയും രേഖകളടക്കമുള്ള വിശദ വിവരങ്ങൾ 10 ദിവസത്തിനകം വിജിലൻസിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ക്രോഡീകരിച്ചുകൊണ്ട് ഇത്തരം വിവരങ്ങൾ നൽകാമെന്ന് ബോർഡും സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെ രേഖകൾ പരിശോധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുരാരി ബാബു ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങൾ, ശബരിമല അല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അനധികൃതമായ സ്വത്ത് നടത്തിയിട്ടുണ്ട്. അത് അന്ന് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ, ഈ ദേവസ്വം ബോർഡിന്റെ വിവിധ ഗ്രൂപ്പുകളിൽ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മുരാരി ബാബുവിന്റെ അനധികൃതമായ സ്വത്ത് സമ്പാദനം. അങ്ങനെ വിവിധ ഗ്രൂപ്പുകളിൽ ഇയാൾ ജോലി ചെയ്ത സമയത്ത് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയതെന്നും അല്ലെങ്കിൽ അനധികൃത സമ്പാദനം നടത്തിയതായി നിലവിൽ വിജിലൻസ് കണക്കാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് ഈ മുരാരി ബാബുവിന്റെ എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ വേണ്ടി ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിവരങ്ങൾ തേടി വിജിലൻസ് കത്ത് നൽകിയിട്ടുള്ളത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു മനീഷ്, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജിലൻസിന് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ മുരാരി ബാബുവിന് അതിന്റെ പേരിൽ വിജിലൻസിന് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതങ്ങനെ ഒരു ഭാഗത്ത് അല്ലേ? അപ്പൊ തന്ത്രി, പോറ്റി, മുരാരി ബാബു, JC, ബൈജു ഇങ്ങനെ കിടക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരടക്കം പത്മകുമാർ, വാസു, അങ്ങനെയുള്ളവർ രാഷ്ട്രീയമായിട്ട് അവർക്കൊക്കെ ഇനി എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്തോ. ഇതൊക്കെ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള ആഘാതമാണ് നമുക്കുണ്ടാവുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത മനുഷ്യർ പെരുമാറുന്ന സമയത്ത് ഒരു ചെറിയ ഞെട്ടലുണ്ടാവത്തില്ലയോ? ആ ഞെട്ടലായിരുന്നു തന്ത്രിയുടെ കാര്യത്തിൽ. ഇപ്പം ഞെട്ടി നമുക്കൊരു ശീലമായി സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ.